ഹായ് ഫ്രണ്ട്സ്, എക്സോട്ടിക്ക കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾ. അപ്പം രണ്ട് ഭാഗത്തായിട്ടായിരുന്നു ഇന്നലെ വൃത്തിയാക്കിയെടുത്തത്. ഇത് പറഞ്ഞ പോലെ തന്നെ ഫുൾ കള പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അതെല്ലാം മാറ്റിയിട്ടുണ്ട്, വൃത്തിയാക്കിയെടുത്തു. അപ്പം രണ്ട് ഭാഗത്തായിട്ടും പല ടൈപ്പിലുള്ള പ്ലാന്റ്സുകളാണ് നട്ട് വെച്ചേക്കുന്നത് കേട്ടോ. എന്താ ബോഗൻവില്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ അമർലീസ് ലില്ലി ഉണ്ട്, ക്രോട്ടൺ പ്ലാന്റ്സുകളുണ്ട്, പിന്നെ എന്താ പറയുക മരങ്ങളാണ് അധികം കേട്ടോ. പ്ലാവുണ്ട്, മാവുണ്ട്, അങ്ങനെ പല ടൈപ്പ് പ്ലാന്റ്സുകളൊക്കെ ആയിട്ടാണ് ഈ രണ്ട് ഭാഗത്ത് കാണുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഇത് കുറേ ഉണ്ടായിരുന്നു, അതായത് ചോല അഴിച്ചു കേട്ടോ, മൊത്തത്തിൽ ചോല അഴിച്ചായിരുന്നു. മുരിങ്ങലേൻ്റെ മരമുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ പ്ലാന്റ്സുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഉള്ളത് കേട്ടോ. പിന്നെ ഈ കാണുന്നത് കണിക്കൊന്നേൻ്റെ പ്ലാന്റാണ് കേട്ടോ. വലിയൊരു മരമായിരുന്നു, അത് വെട്ടിക്കളഞ്ഞപ്പോൾ രണ്ടാമത് തഴുത്ത് വരുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ചെയ്തേക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഈ കാണുന്നത് ഒരു മാവാണ് കേട്ടോ. ശരിക്കും പറയാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ വെയിൽ കിട്ടുന്ന ഏരിയ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അധികം ഷെയ്ഡാണ്, ഞാൻ പറഞ്ഞല്ലോ മരം ആയതുകൊണ്ട് തന്നെ തണലാണ് അധികം കേട്ടോ. ഈ കാണുന്ന ഭാഗം മൊത്തത്തിൽ തണലാണ് കിട്ടുക, വെയിലങ്ങനെ ഈ ഒരു ഭാഗത്തില്ല കേട്ടോ. അപ്പം ഇതുണ്ട്, ഇവിടെയൊക്കെ കാട് കയറി കിടക്കായിരുന്നു, അതെല്ലാം ചെത്തിക്കോരി കളഞ്ഞു. രണ്ടാമത് മഴ പെയ്തപ്പോൾ പുല്ല് മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പ്ലാന്റ്സുകൾ നട്ട് വെക്കണം. അത് ഏത് പ്ലാന്റ് ആണെന്നുള്ളത് ഉറപ്പിച്ചിട്ടില്ല. നഴ്സറിയിൽ പോയിട്ട്, അതായത് അധികം വെയിൽ കിട്ടാത്തത് ഭാഗമായതുകൊണ്ട് തന്നെ അതിന് കണക്കാക്കിയിട്ടുള്ള ചെടി വേണം ഇവിടെ നട്ട് വെക്കാൻ കേട്ടോ. നേരത്തെ നട്ട് വെക്കണം. പിന്നെ ചെയ്തിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു മരത്തിൻ്റെ ചോട്ടിലായിട്ട് കല്ലുകൾ അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു കട്ട അങ്ങനെ തിണ്ട് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് മണ്ണ് നിരത്തണം. അതിനുശേഷം ചെടികൾ നിരത്തി വെക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. ചെടികളൊന്നും സെറ്റാക്കി വെച്ചിട്ടില്ല. ആദ്യം ഇവിടെ മണ്ണ് നിരത്തിയതിന് ശേഷമായിരിക്കും ഏത് ചെടിയാണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഈ കാണുന്നതും ഒരു മാവാണ് കേട്ടോ. അപ്പം ശരിക്കും പറയാനാണെങ്കിൽ നല്ല തണലാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. മരങ്ങളൊക്കെ കൂടി നിൽക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതൊരു ബോഗൻവില്ലേൻ്റെ പ്ലാന്റാണ് കേട്ടോ. നിലത്താണ് നട്ട് വെച്ചേക്കുന്നത്. നല്ല പ്രായം ചെന്ന ഒരു പ്ലാന്റാണ്. ഈ കാണുന്നതും ഒരു പൂമരാണ് കേട്ടോ. ഈ കാണുന്നതൊരു പൂമരാണ്. ഇനി ഇവിടെ ചെയ്യാനുള്ളത് ഈ കട്ടകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. പിന്നെ ഈ ബോഗൻവില്ലേൻ്റെ ചോട്ടിലായിട്ട് കല്ല് നിരത്തി വെക്കാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ക്ലിറോഡൻഡ്രം എന്ന് പറയുന്ന പ്ലാന്റാണ്. വെള്ളപ്പൂക്കളാണ്, കൊലകൊലയായിട്ടുണ്ടാവും. പിന്നെ പറയാനുള്ള വേറൊരു പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ള കണിക്കൊന്നാന്നും പറയാറുണ്ട് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ തന്നെ നിലത്താണ് നട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെയുള്ള ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ക്രോട്ടനാണ് കേട്ടോ. ഈ കാണുന്നത്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഈ കാണുന്നത് ഒരു പൂമരാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ഭംഗി ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മാർബിളൊക്കെ വെച്ചിട്ട് ഒരു ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല തണൽ കിട്ടുന്നൊരു ഏരിയയാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുത്തിയ മാറ്റങ്ങൾ. ഇനിയും അല്ലറ ചില്ലറ കുറച്ച് പണിയും കൂടി ഉണ്ട്. പിന്നെ കുറേ പ്ലാന്റ്സുകൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ മൊത്തത്തിൽ, അതായത് ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.